സുഹൃത്തുക്കളെ, ഇത് കാടോ അതോ വഴിയോ? പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 4-ാം വാർഡിലെ 4 വീട്ടുകാർ താമസിക്കുന്ന വഴിയാണ്. ആ വഴിയിലെ വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമുക്കൊന്ന് കാണാം. നമ്മുടെ കൂട്ടുകാരനും നമ്മുടെ ജ്യേഷ്ഠനുമായ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 4-ാം വാർഡിലോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിയുടെ അവസ്ഥ കണ്ടില്ലേ? 40 കൊല്ലമായി ഈ വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം 40-35 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് ഈ വഴി ഇങ്ങനെ കിടക്കാൻ. ഭയങ്കര അവസ്ഥയാണ് ഈ വഴിയുടെ ഒരു അവസ്ഥ. ഒന്നും പറയാം, ഇത് വഴിയാണോ കാടാണോ എന്ന് തന്നെ അറിയാൻ പറ്റില്ല. 3 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വഴിയാണിത്. ഇതുവരെ ഇതിന് ആർക്കും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. ഇനി വരുന്ന ജനപ്രതിനിധിയെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കി കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഈ വഴി അത്രയ്ക്ക് അവസ്ഥയാണ്. നോക്ക്, നിങ്ങൾ തന്നെ കണ്ടില്ലേ ഈ വഴിയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇവിടെ താമസിക്കുന്ന ചേച്ചിയോട് ചോദിക്കാം ഈ വഴിയുടെ അവസ്ഥ. ഇവിടെ താമസിക്കുന്ന ഇവിടെ 3 വീട്ടുകാരാണ് മുഴുവൻ താമസിക്കുന്നത്. ആ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ചേച്ചി, എന്താണ് ചേച്ചി വഴിയുടെ അവസ്ഥ? വഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളമോ, പിന്നെ ഈ വഴി ഒന്ന് ശരിയാക്കി ഞങ്ങൾക്ക് തരണം. എത്ര കൊല്ലമായി ഈ വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? 40 കൊല്ലമായി. 40 കൊല്ലമായി. ഞാൻ വന്നിട്ട് തന്നെ 38 കൊല്ലമായി. 38 കൊല്ലമായി. എന്റെ മോനെ 3 വയസ്സുള്ളപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ഇതുവരെ ഇവിടെ ഇപ്പം ഇവിടെ നിലവിൽ ഭരിക്കുന്നവരാണ്? ഇവിടെ ഭരിക്കുന്നത് നമ്മുടെ ഗീത മെമ്പർ. അവരോടൊക്കെ ചെന്ന് മുട്ടിയതാണല്ലേ? ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് കളക്ടർ കൊടുത്ത് ഞങ്ങൾ കൊടുത്തതാ. ഒരു ഇതും ഉണ്ടായിട്ടില്ല. 2 ലൈറ്റ് ഇട്ട് തന്നത് അതും കത്തുന്നില്ല. എന്ത് ചെയ്യാൻ? ഇത് കണ്ടത് കുഞ്ഞു കുട്ടികൾ വരെ ഇവിടെ സ്കൂളിൽ വിടാനും പോലും പറ്റാത്ത അവസ്ഥയാണ്. ആ ചെറുക്കൻ്റെ കാലൊക്കെ കണ്ടില്ലേ? കണ്ടാ? ഈ വെള്ളത്തിൽ കൂടെ നടന്നൊക്കെ ഉണ്ടായ അവസ്ഥകളാണ് ഇത്. കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് ഇനി വരുന്നൊരു പ്രതിനിധിയെങ്കിലും ഇത് ശരിയാക്കണമെന്ന് നമ്മൾ പറയുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു കഷ്ടമാണ് ഈ വഴി. ചോദിക്കാം കേട്ടാ, എന്താണ് ഈ വഴിയുടെ അവസ്ഥ? എങ്ങനെയാണിത്? ഈ വഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലത്തെ 2 കുടുംബക്കാരെ എത്ര കൊല്ലമായി ഇപ്പൊ ഇവിടെ? ഇപ്പം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് 13 വർഷത്തോളമായി. ഈ 13 വർഷമായിട്ടും ഇവിടെ വന്ന ഭരണങ്ങളൊന്നും ഇത് നന്നാക്കി തരാനായിട്ട് അവരാരും മനസ്സ് കാണിച്ചില്ല. രണ്ടാമത് എനിക്ക് 2 പൊടിക്കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവരെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഈ വെള്ളം നീന്തി തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കാണേ വരികയോ അല്ലെങ്കിൽ വഴി സൗകര്യം എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന വലിയ ഉപകാരം. മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്ത്, RT ഓഫീസ്, കളക്ടറേറ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട്. എല്ലാ അപേക്ഷകളും സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഫണ്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവരെന്തെങ്കിലും കംപ്ലൈന്റുകൾ പറഞ്ഞ് ഒഴിവാകുക ചെയ്യുന്നു. ഇത് എൻ്റെ ഒരു വിശ്വാസം വെച്ചിട്ട് ഇത് മനഃപൂർവ്വം നന്നാക്കാത്തയാന്നുള്ള രീതിയിലാണ് പോകുന്നത്. മേളിലോട്ടൊക്കെ നോക്കി അറിയാം, വഴി ലൈറ്റ് പോലും ഇല്ല. മഴയും കാറ്റൊക്കെ ഉള്ള സമയത്ത്, വെള്ളപ്പൊക്കത്തെ സമയത്ത് ഈ കറണ്ട് ലൈൻ വല്ലതും താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞ് സർവീസ് ലൈൻ വീണ് കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ചത്തുപോയ പോലും ആർക്കും കുഴപ്പമില്ല. ഇത് പൊതുജനങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വന്ന് ന്യൂസ് എടുത്താലേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കാട്ടിനകത്ത് ഈ ആലപ്പുഴ നഗരത്തിൽ ആരും വരത്തില്ല ഒരു സ്ഥലം ഉണ്ടോ എന്ന് നമ്മൾ തപ്പിയെടുക്കണം. അത്രയ്ക്ക് മോശമായ ഒരു സ്ഥലമാണ് ഇത്. അധികാരികളുടെ കണ്ണിൽ എത്തണം ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും. കിഴക്കിന്റെ വെന്നീസ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ അവസ്ഥയാണിത്. കണ്ടില്ലേ? കാടാണ് ഇത്. കാടാണ് ഈ കാണുന്നത്. കണ്ട, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. പോസ്റ്റൊക്കെ ഉണ്ട്. കാടിൻ്റെ വഴിയാണിതേ. അപ്പോൾ ഞാൻ ഇത് വഴി നടന്നു പോവുകയാണ്. എനിക്ക് പോലും നടക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ? അത്ര അവസ്ഥയാണ്. ചെരുപ്പ് വരെ താന്നു പോവതേ. കണ്ടാ? ഇവിടെ താമസിക്കുന്നത് മനുഷ്യരാണ്, അല്ലാതെ മൃഗങ്ങളൊന്നുമല്ല. എത്രയും പെട്ടെന്ന് ഇവർക്ക് ഇതിനു വേണ്ടിയുള്ള നടപടി ഉണ്ടാക്കി കൊടുക്കണം. പറയുവാണെങ്കിൽ കളറോട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കിഴക്കേ നട അവിടെ നിന്ന് കിഴക്കോട്ട് കിടക്കുന്ന വഴിയാണ്. കണ്ടില്ലേ? എനിക്ക് തന്നെ പേടിയായിരുന്നു ഇതിലൂടെ നടക്കാൻ.